എടാ പൈസ വേണമെങ്കിൽ അച്ഛമ്മേന്റെ ഇളമാരിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാ പോയി എടുത്താ പോരെ. ഇനി ചെന്ന് അത് മോഷ്ടിക്കാം. നീ മോഷ്ടിക്കാ? എടി അതിന് എന്റെ പ്ലാൻ ഉണ്ട്, നമുക്ക് സെറ്റാക്കാം. എടാ പോടാ ഇറക്കാ എന്റെ കുറെ പ്ലാന്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും വെച്ചാല് എന്ത് കൂടത്തോട്ടൊക്കെ ചെയ്യാൻ പോവാ? ഇവിടെ അതൊക്കെ പഠിച്ചാ? എടാ അവളുടെ പൈസ നൈസായിട്ട് അടിച്ചു മാറ്റാൻ നോക്കിയതല്ലേ നീ, നടന്നില്ലല്ലേ? അടിച്ചു മാറ്റാൻ നോക്കിയതൊന്നുമല്ലോ. ചേച്ചിക്ക് ആരെങ്കിലും പണിയണ പൈസ അതൊക്കെ ഈ സഞ്ജു ചെയ്തേ. പണിയണം. ആര്? അവക്കട്ടാ നിനക്കിട്ട്. എനിക്കിട്ട് എന്ത് പണിയാ? ഞാൻ അത് കാണിച്ച്. എനിക്ക് എന്തിനാ പണ്ടേ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്കിട്ട് പണിഞ്ഞ ആരുവേ ഇരുന്നുണ്ടിട്ടില്ല, എല്ലാം അങ്ങ് പോയിട്ടേ ഉള്ളു കേട്ടാ. പൊണ്ടറങ്ങി പോയിട്ടേ ഉള്ളു. എന്തുവാടാ അത്? എന്തോ ആർക്ക് കൂടത്ര പണിയെന്ന കാര്യം ആലോചിച്ച്? ആ ചേച്ചിക്ക് എനിക്കിട്ട് പണിയണമെന്ന് സഹായിക്കാൻ വന്ന അങ്ങനെ തന്നെ എല്ലാ വീട്ടിലും ഇവനിട്ട് എന്നെ പണിയണം. ഇതൊന്നും ഞാൻ നിന്നെ സഹായിക്കാൻ വന്നല്ലോടി. നീ സഹായിക്കാൻ വരും, നീ പൈസ കട്ടെടുത്തോണ്ടായിരിക്കും സഹായിക്കുന്നത്. ഈ ലോകത്തെ ഒന്നും ഫ്രീ അല്ല. ആ പാഠം മോളിപ്പോ അങ്ങ് പഠിച്ചോ. കണ്ട 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 തനി സ്വഭാവം മനസ്സിലായോ നിനക്ക്? എന്തുവാടാ ഇത്? നീ എന്റെ ഞാങ്ങളായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല കൃഷ്ണ. സഹായിക്കാൻ വന്നിട്ട് ഇപ്പൊ രണ്ടും കൂടെ എന്റെ പിള്ളേക്ക് വന്നു. ഇതാണോ സഹായം? പൈസ ചോദിച്ചിട്ട് ചേച്ചി കടന്ന് ചൊറിയല്ലേ എന്റെ പൊന്നെ ആട്ടുകാരമ്മച്ചി. ഈ ചേച്ചിയുടെ യൂട്യൂബേഴ്സ് മൊത്തം ഇറങ്ങി പോണേ, വ്യൂസ് ഒക്കെ ഓരോ ദിവസം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞു. അച്ഛമ്മേലും വലുത്താണല്ലോ നീ. അയ്യോ അച്ഛമ്മയുടെ തറവാടത്തും കിട്ടേക്കുന്ന എനിക്കാന്ന് എല്ലാരും പറയാം. അതെ അതെ അച്ഛമ്മയുടെ തറവാടിത്തപ്പന്നെ പറഞ്ഞില്ലേ അത് തന്നെ. ഞാൻ സഹിച്ചോ. ഇനി നിന്നെ പറ്റി ഓരോന്ന് പറയും. അപ്പൊ നീ ഇങ്ങനെ എന്റെ അടുത്ത് വരും, സഞ്ജു ഒന്ന് ഹെൽപ്പ് ചെയ്യണോ? അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടുത്ത നീയാ. അടുത്ത നീയാ. നീ യൂട്യൂബിലൊക്കെ ഇടുന്നില്ലേ, അതിനെപ്പറ്റി ഇപ്പൊ അടുത്ത കഥ വരുന്നുള്ളൂ. അവരെന്താടാ ഗീതാന്റെ അതൊക്കെ നീ കണ്ടോ? നീ കരയും. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര സുഖമാണെന്ന് തോന്നുന്നു. ഒരു മനസുഖം. ഇനി ആ ഫോൺ കണ്ടാ നീ പേടിക്കുന്ന കാലം വരാൻ പോകുന്നേ ഉള്ളൂ ചേച്ചി. എഴുതി വെച്ചു. ഞാൻ പറയുന്നൊന്ന് പാടായിട്ട് പോകില്ല. നീ അച്ഛമ്മയുടെ ശക്തി വെക്കണം. ഇവനാണോ കൂടോത്രം? വട്ട് എന്ത്, വട്ട് എന്ത്, വയറ് എവിടെ, വയറ് എവിടെ, വയറ് എവിടെ, ചെവി ഇവിടെ, ചെവി ഇവിടെ. ചെവി ഇവിടെ എഴുതിയിട്ടില്ലല്ലോടി. അത് എഴുതിട്ടില്ലല്ലോ, അതിനെ തൊണ്ടയിലല്ലേ എഴുതുള്ളൂ. നിന്റെ തള പറഞ്ഞു വിട്ടായിരിക്കും എന്നെ തെറ്റിക്കാനട്ടല്ലേ? തെറ്റിക്കാനല്ല അച്ഛമ്മ, ഇതിനകത്ത് വട്ട് വയർന്നല്ല, വാട്ട് വെയർ, വാട്ട് വെയർ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണോ? പിന്നല്ലാണ്ട്. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം വട്ട് എവിടെ, വയറ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന. അപ്പൊ എനിക്ക് സ്കൂളിൽ ചെന്നിട്ട് ഇനി ടീച്ചറിന്റെ മുമ്പിൽ നീ പറഞ്ഞെന്തുവാ വേർ, വാട്ട് വെയർ, വാട്ട് വേർന്ന് പറഞ്ഞ് എനിക്ക് നല്ല ആളാവാലോ. അച്ഛമ്മ സ്റ്റാർ ആവും. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല അച്ഛമ്മ. അച്ഛമ്മ വലിയ സ്റ്റാർ ആവുന്നൊക്കെ. അല്ലേലും ശരിയാ, അവക്ക് ഭയങ്കര കുശുമ്പ എന്നോട്. അതന്നെ. അല്ലെങ്കിൽ അച്ഛമ്മ പഠിച്ച് വലിയ ആളാകുന്നതിൽ ഇങ്ങനെ തടസ്സം നിൽക്കാൻ പാടുണ്ടോ? അമ്മക്ക് മോശമല്ലേ? ആ വിചാരമൊന്നും നിന്റെ അമ്മയ്ക്കില്ല. ഇല്ലെന്നേ. അച്ഛമ്മക്ക് അറിയോ, അമ്മയുണ്ടല്ലോ ഇവിടെ ഒരു സാധനം വെച്ചിട്ടില്ല. എന്തോ എനിക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലെന്നോ? ഇല്ലെന്ന്. അതെന്താടി? അച്ഛമ്മ നേരത്തെ പോകാണ്ടിരിക്കുന്ന, അവിടെ ചെന്ന് വല്ല എണ്ണണ്ടേ. കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അച്ഛമ്മ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് സമയത്തിന്. കണ്ടോ അവളുടെ കുശുമ്പ് നോക്കിക്കേ. അവളെ ഞാൻ ശരിയാക്കും. അത് മാത്രല്ലെന്നേ, ഈ രാവിലെ വല്ലവർക്കും അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിട്ട് വല്ല ആവശ്യമുണ്ടോ? അവൾ തന്നെ എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ അക്ഷയ സെന്റർ പോലും ആണോ? ആണോ? അതാ ഞാൻ ചോദിക്കുന്നതാണോന്ന്. അല്ല. പിന്നെ അവളെ കാണിച്ചു കൊടുക്കും ഞാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം അമ്മയടുത്ത് പറഞ്ഞിട്ടറിയാം അച്ഛമ്മക്ക് ക്ലാസ്സിൽ പോണോന്നൊക്കെ. അമ്മ മൈൻഡേ ഇല്ല. അമ്മ എന്താ പറഞ്ഞെന്നറിയാവോ? എന്നാ മക്കളെ പറഞ്ഞത്? അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോന്ന്. ആണോ? അവൾ അങ്ങനെ പറഞ്ഞോ? ആന്നേ. അത് മാത്രല്ല, ചുമ്മാ നേരം വൈപ്പിക്കാൻ വേണ്ടിട്ട് ആരടുത്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് നേരത്തെ സ്കൂളിൽ പോണോന്ന് ഞാൻ അവളോട് പറഞ്ഞതാ, എന്നിട്ട് ഇത്ര വൈകിച്ചു. ആന്നേ. ശരി കൊടുക്കാം കേട്ടോ. എന്നാ ഞാനാണിത് പറഞ്ഞെന്ന് പറയരുത്. അവളോടോ? ഞാൻ പറയൂ അത്? നീ എന്റെ അടുക്ക വന്നെന്ന് പറയാമല്ലോ. വേണ്ട. അതും പറയുന്നില്ല. ഇന്ന് നിന്റെ തള്ളേനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കാം. ഗീതാന്റി എന്നെ കളിയാക്കിയപ്പോ ഇരുന്ന് ചിരിച്ചതല്ലേ? കാണിച്ചല്ല. അപ്പൊ തേങ്ങ കയ്യിലെടുത്തേ ഉള്ളൂ. എന്താ ഞാൻ ഇത് എടുക്കാൻ പാടില്ലേ? പാടില്ല. അരിയും കൂട്ടാനൊന്നും റെഡി ആയില്ലേ? 5 മിനിറ്റ് അമ്മയും കൂടി സഹായിച്ചാൽ പെട്ടെന്നാവും. വാ.
ഞാൻ സഹായിക്കില്ല. സഹായിക്കത്തില്ല. ഇല്ല. എന്നാ പിന്നെ കുറച്ച് സമയം എടുക്കും. അരി എന്തോടി? അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അടുപ്പത്ത് കിടക്കുക, വെന്തിട്ടില്ല. ഇച്ചിരി വേവ് കൂടുതൽ അമ്മയായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, ഞാൻ ഈ സാക്ഷരത പഠിക്കാൻ പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അല്ലേടി. അമ്മ സാക്ഷരത പഠിക്കാൻ പോകുന്നത് കൊണ്ട് അരിക്ക് വേവ് കൂടുതലാന്നുള്ളത് ആദ്യത്തെ അറിവ്. അമ്മ എവിടെയെങ്കിലും എഴുതി വെക്കണം. എഴുതി വെപ്പിക്കോളൂ. ആ തേങ്ങയും കൂട്ടും. ആ തേങ്ങ തേങ്ങ ഇവിടെ വേറെ ഉള്ളത്. ഇത് ഞാൻ തരത്തില്ല. ഇത് ഞാൻ തരത്തില്ല. ഇത് ഞാൻ എടുത്ത തേങ്ങ. ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. ഇത് തേങ്ങ. എന്തുവാടി ഈ തേങ്ങയല്ലേ മൂന്നെണ്ണം ഉള്ളത്. പിന്നെ എന്തിനാ ഇതിന് ചോദിക്കുന്നേ? ഞാൻ കൊടുക്കത്തില്ല. കണ്ടോടാ അവളുടെ മൂച്ചു കണ്ടോ? ഞാൻ പള്ളിക്കുടത്തിൽ പഠിക്കാൻ പോകുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾ അരിയും വെച്ചിട്ടില്ല, കൂട്ടാനും വെച്ചിട്ടില്ല, ഒന്നുമില്ല. എന്തുവാടി പുഷ്പ ഇത്? നിനക്കറിയാവുന്നല്ല അമ്മയ്ക്ക് രാവിലെ ക്ലാസ്സിന് പോകണ്ടാന്ന്. ഭക്ഷണം എങ്കിലും റെഡി ആയി കൊടുക്കണ്ടേ മനുഷ്യർക്ക്? പോകുന്ന സമയമൊക്കെ റെഡി ആവും. അതൊക്കെ റെഡിയാവും. നോക്കടാ, തേങ്ങ പൊതിച്ചോണ്ട് നിൽക്കുന്നു. എപ്പോ ഞാൻ പോവാനാ? എന്തുവാടാ ഇത്? നീ ഒന്ന് ചോദിക്കടാ അങ്ങോട്ട്, തൂണു പോലെ നോക്കിക്കാതെ. ഇത് മര്യാദകളാണ് പുഷ്പ. അമ്മക്ക് കഴിക്കേണ്ട സമയം അമ്മക്ക് ഫുഡ് കിട്ടിയാ പോരെ? ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ച് തരും പോരെ? നീ എന്നെ സ്കൂളിൽ വിടാതിരിക്കാൻ മനഃപൂർവ്വം ഇവിടുന്ന് അവൾ ഇറങ്ങിപ്പോയതാ. ഞാൻ കണ്ടതാ, കുറെ നേരമായി ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ എപ്പോ പോയതാടി? ഇത് എവിടെ ഇറങ്ങിപ്പോയി? എനിക്കറിഞ്ഞൂടെ, ചോദിച്ചു നോക്കൂ. അത് ഞാൻ കുടുംബശ്രീയിൽ ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ, അല്ലാതെ അമ്മ എന്നെ വൈകിക്കാൻ വേണ്ടിട്ടൊന്നല്ല. അത് പുതിയ അടവാണല്ലോ. കുടുംബശ്രീയിൽ അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാൻ നീ അങ്ങോട്ട് ആൾക്കാരുടെ വീട്ടിൽ ചെല്ലുവോ? എടി അവരിവിടെ അല്ലേടി വരേണ്ടത്? മോനെ, അതെങ്ങനെയാ അവിടെ വരുന്നത്? അവരിങ്ങോട്ട് വന്നാ ഇവക്കടെ ഈ വിളയാട്ടെല്ലാം കൂടെ നമ്മള് കാണൂല്ലേ? അതിന്റെ വിഷമം നോക്കും. ആവശ്യക്കാർ ഇവിടെ വന്നാല് നിങ്ങളെ രണ്ടാളെ വിളയാട്ടങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് പൂരിപ്പിച്ചു കൊടുത്തത്. നിനക്കിപ്പോ അല്ലെങ്കിൽ കുടുംബശ്രീക്കാരോടാണല്ലോ സ്നേഹം കൂടുതൽ. ഞാൻ എൻ്റെ കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്. അപ്പൊ അവരെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് നിങ്ങളുടെ അമ്മയുള്ളൂ. കണ്ടോ, ആ കുടുംബശ്രീയിലെ നോണ പറയുന്ന പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നെന്ന്. കണ്ടോ? ഇങ്ങോട്ടൊക്കെ എന്റെ കുടുംബശ്രീയിലെ ആൾക്കാരെ പറയാൻ നിന്നാൽ ഞാൻ ഉണ്ടല്ലോ, ഒരു ഫോൺ കോളിലെ ആൾക്കാർ മുറ്റത്തെത്തും. എല്ലാരും വരും. ഇങ്ങോട്ട് വരട്ടെ. വരും. ചെറിയ അഭിഷേകായിരിക്കും ഇവിടെ വന്നിട്ട്. പിന്നെ ഞങ്ങളുടെ എന്റെ അടുക്ക ആരും ഒന്നും മിണ്ടൂല. നിർത്തിക്കേ. എടി നിനക്ക് അവരായിരിക്കും വലുത്, പക്ഷെ എനിക്ക് എന്റെ അമ്മയാ വലുത്. അതുകൊണ്ട് പെട്ടെന്ന് കറി റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? അതെയാ, അമ്മയാ വലുത്. പിടിക്കും. ഈ തേങ്ങ പൊതിച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കി പാർസലാക്കിട്ട് കൊടുക്ക്. ആരാണെങ്കിലും എനിക്ക് ചോറും കറിയും റെഡിയാവണം. ഞാൻ ഇപ്പൊ ഒരുങ്ങാൻ പോവാണ്. എല്ലാം റെഡിയാക്കി വെച്ചോണം. എനിക്ക് ആരുണ്ടാക്കി തരുന്നത് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. കേട്ടോ? ഹലോ ഇങ്ങോട്ട് വാ. ഒരു 5 മിനിറ്റ് എന്നെ സഹായിക്കാൻ പറ്റുമോ? സൗകര്യമില്ല എനിക്ക് സഹായിക്കാൻ. നിന്റെ പെണ്ണുങ്ങളോട് പറ സഹായിക്കാൻ. എത്ര നേരമായി പള്ളിക്കുറിച്ച് ഇപ്പൊ എല്ലാരും വന്നു കാണും. ടീച്ചർ എന്നെ വഴക്ക് പറയാൻ വേണ്ടിയല്ലടാ. ടീച്ചർ എന്നെ വഴക്ക് പറയത്തില്ലേ? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് എങ്ങാണ്ടൊക്കെ ചുറ്റിയ പോലെ ആയി. ഞാൻ ഈ 4 പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞു. ഇനി ഇപ്പൊ ഈ പ്രായത്തിൽ ഇതിനെയും കൂടി ഞാൻ വിടണം സ്കൂളില്? ഞാൻ സ്കൂളിൽ പോകുന്ന നിനക്ക് എന്നാ കുഴപ്പം? ഞാൻ റിലാക്സ് ആയി നിന്നാ വിചാരിച്ചത് ഇത്ര ഏജിൽ. ഇനി നിങ്ങൾക്കും കൂടി പാക്കാക്കി ഞാൻ അയച്ചു തരാം. അതെ, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് ശീലിക്കണം, എന്നാലേ ഇതിന്റെയൊക്കെ വില മനസ്സിലാവും. കണ്ടോ, നോട്ട് ദി പോയിന്റ്. ഒന്ന് സഹായിക്കടി. ഇല്ല, ഞാൻ ചെയ്യത്തില്ല. നേരത്തെ കുറെ എന്തൊക്കെയാ ഇളക്കുന്ന കേട്ടല്ലോ. ഇഷ്ടംപോലെ പച്ചത്തേങ്ങ ഉണ്ടല്ലോ, ഈ ഉണക്ക മാത്രമേ കണ്ടുള്ളൂ. അത് നേരം കളയാനാടാ. നേരം നിങ്ങളല്ലേ എന്നോട് തേങ്ങ കടി കൂടിയത്? പിടിക്കും. ഇത് ഞാൻ പിടിക്കാം. എനിക്കിപ്പോ സൗകര്യമില്ലടി. എനിക്ക് സൗകര്യമില്ല. എടി ചോറും കറിയും ഉണ്ടാക്കി വെച്ചോണം. എന്റെ സമനില ഞാൻ ചെയ്യത്തില്ല. ഇത്ര നേരം ചെയ്തു തരാന്ന് വിചാരിച്ചത് എനിക്ക് ഒട്ടും ചെയ്യത്തില്ല. എന്റെ പുസ്തകം ചുരുട്ടിക്കൂട്ടി കളയുന്നുണ്ടല്ലോ. പുസ്തകത്തെ കളയുന്നോ? ഭഗവാനെ, പഠിച്ച് 4 അക്ഷരത്തിൽ ഉണങ്ങിയ തേങ്ങ ഉരിച്ചോ. നീ കൊണ്ടേ പുഴുങ്ങി തിന്നടി. നമുക്ക് തേങ്ങ ഇടാത്ത കറി വെക്കാം. തലതെറിച്ച പെണ്ണാടാ. ഏത് നേരത്തെ നിങ്ങൾക്ക് എല്ലാം കൂടെ എന്റെ തല വെക്കാൻ തോന്നി? മറന്നേ, അങ്ങോട്ട് പോ. പെട്ടെന്ന് റെഡിയാക്കിക്കോണം. അടുക്കളയിലോട്ട് പോ. തേങ്ങ ഇത് പൊതിച്ചിട്ട് നടക്കത്തില്ല. അങ്ങോട്ട് പോയേ. ഇവിടെ കേറാൻ ഇച്ചിരി പാടാണല്ലോടാ. അല്ലൊക്കെ കുറച്ച് കഴിക്കണം. വെയിറ്റ് കൂടിയതാ കുഴപ്പം. കഴിക്കുന്നതിന് പറഞ്ഞോടാ തള. അങ്ങനല്ല, വെയിറ്റ്. നിന്റെ വെയിറ്റ് എന്നാ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. 2 എണ്ണം കൂടെ തുടങ്ങിയിരിക്കുക. അമ്മ പതുക്കെ എങ്ങനെയാ ചെയ്യുന്നേ? 2 പുഴുങ്ങിയ മുട്ട വെച്ചില്ലേ ടിഫിനില്? അതൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ
കൊണ്ടുപോവാ. ഇതെന്ത് കോലാമ്മേ? ആ മുടിയെങ്കിലും മാറ്റി കെട്ടിട്ട് പോ. ഇതിങ്ങനെ കെട്ടണമെന്നാ ടീച്ചർ പറഞ്ഞു. മക്കളെ അമ്മ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ കേട്ടാ. ഫുള്ള് കഴിച്ചിട്ട് കൊണ്ടുവരണേ. ആ അമ്മേ പാവ അച്ഛമ്മ, അച്ഛമ്മേനെ മാത്രം താലോലിക്കാനും കൊഞ്ചിക്കാനും ആരുമില്ല. പ്രകാശ ഓ ഇതാ വരുന്നേ. പാത്രമൊക്കെ എടുക്കാം. ടവല് സൂക്ഷിച്ചു പോയിക്കണേ. ഓക്കെ അല്ലേ? എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല കറക്റ്റ് സമയത്തിന് എനിക്ക് ചോറും കറി എത്തിക്കണമെന്ന്. കറക്റ്റ് സമയത്തിന് എത്തിച്ചല്ലോ. അമ്മ ഭക്ഷണം ഉണ്ടാക്കാനല്ല ഒരു നാക്കുണ്ട്, അല്ലാതെ കുടുംബസ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനുള്ള നാക്ക് എനിക്കുണ്ട്. എടാ കുടിക്കാനുള്ള വെള്ളം എടുത്തോണ്ട് വന്നോ? അവിടെ കുടിക്കാൻ വെള്ളവും കിട്ടത്തില്ലേ? ഇല്ല. എടാ പുണ്ണി, നിന്റെ അച്ഛനൊന്നും അറിയത്തില്ല അല്ലേ? അതൊന്നും പുതിയ കാര്യമല്ലല്ലോ. അച്ഛാ, എന്താ അച്ഛൻ ശരിക്കും സ്കൂളിൽ പോയിട്ടുണ്ടോ? അച്ഛൻ പോകുന്ന കാലത്തൊന്നും കുടിക്കാൻ വെള്ളമൊന്നും വീട്ടിൽ നിന്ന് ആരും തന്നു വിടത്തില്ലായിരുന്നു. അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ചാ അച്ഛൻ പഠിച്ചത്. ശരി, അപ്പൊ അച്ഛമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? ഞാനേ വെള്ളം എടുത്തോണ്ട് വരാം. അച്ഛമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? എടാ ഇറക്കാ, നീ എന്റെ ജോലി നോക്കി നടക്കാതെ സ്കൂളിൽ പോകാൻ നോക്ക്. അച്ഛമ്മേ, നമ്മള് രണ്ടാളും സ്റ്റുഡൻസ് അല്ലേ, നമ്മള് ഒരുമിച്ചിരിക്കണം, ഒറ്റക്കെട്ടായിരിക്കണം. ദേ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടേ. എടാ പുണ്ണി, നീ ഇനി അച്ഛമ്മയുടെ കൂടെ കൂട്ടൊന്നും കൂടാൻ നിൽക്കണ്ടേ. അതെന്ത് വർത്താനോ അടി? ഞങ്ങള് കൂട്ടുകാരാ, ഫ്രണ്ട്സാ അല്ല മോനെ? പിന്നെ അല്ല, അപ്പൊ നിങ്ങളൊന്നായോ? ഞങ്ങള് പണ്ടേ ഒന്നല്ലേ. വിദ്യാഭ്യാസം സിന്ദാബാദ്. വിദ്യാർത്ഥിയായിരിക്കും സിന്ദാബാദ്. അതന്നെ, വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. സിന്ദാബാദ് എന്ന് പറയണ്ട്. ക്ലാസ്സിൽ പോവാൻ നോക്കിയേ. പോണമ്മ. ഇനി പോവാതെ എനിക്ക് അതെന്താ അമ്മ ഇപ്പൊ ഒരു ഉമ്മ? അതെന്റെ മക്കൾ നല്ലപോലെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിച്ചോളാം. ബാച്ചമ്മ. എടാ എന്നോടും ഇതുപോലെ പറയടാ. ഞാൻ എന്ത് പറയാനാ? അച്ഛമ്മോട് ഞാൻ പറയാം അച്ഛമ്മേ, ചക്കടുമ്പത്ത് നന്നായി പഠിച്ചിട്ട് പോട്ടോ. മതിയാ? ഇതായിരുന്നോ? ഇത് ഞാൻ പറയത്തില്ലേ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിച്ചില്ലെങ്കിലേ ചന്തിക്കിട്ട് ചൂര് നല്ല പഠിപ്പിച്ചു അടിത് അടിക്കും നീ എന്നെ. ആ ഇട്ടുകൊട്. ചോദിച്ചൊക്കെ പോയി പഠിക്കണേ. പഠിക്കാം. ആ. പോടാ. പോവാം. പോട്ടെടി. ടാറ്റാ. ബൈ ബൈ. പേടിക്കടാ ചക്കരെ. ടാറ്റാ. അമ്മ ബൈ. ഇന്ന് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കാനുള്ളത്? ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ പാചകം ചെയ്തിട്ട് അടുക്കള മൊത്തം വൃത്തിയേടാക്കി വെച്ചിട്ടില്ലേ? അത് ഫുള്ള് വൃത്തിയായിക്കൊണ്ട് എന്റെ തലയിൽ ഇടാൻ പാടില്ല. എന്റെ പട്ടി പരിപാടി വൃത്തിയാക്കാൻ. അപ്പൊ അമ്മ തന്നെ വരേണ്ടി വരും. എന്തെന്ന്? അല്ല അമ്മ, ഞാൻ പറയായിരുന്നു ഇവരൊക്കെ സ്കൂളിൽ പോണ കണ്ടിട്ട് എനിക്കും കൊതിയാവണം സ്കൂളിൽ പോവാൻ. ആ ജോലിക്ക് പോകാൻ കൊതിയാവുന്നില്ല, സ്കൂളിൽ പോവാനാ കൊതിയാവുന്നേ. ഞാൻ അവിടെ നിൽക്കണം, ഞാൻ പൊക്കോളാം. ജോലിയുടെ കാര്യം പറഞ്ഞ അനിയത്തിയും ചേച്ചി വേഗം അങ്ങ് മുങ്ങിക്കോളും. ശരിയാടി. കൊഞ്ചാൻ നിൽക്കല്ലേ, അടുക്കള പോയി വൃത്തിയാക്ക്. ഓ ഏത് നേരത്താണോ കുടുംബസ്നേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ തോന്നിയത്. എന്താ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി അമ്മ? എന്റെ ഗതികേടല്ലാതെ എന്തോ പറയാനാ. ഉള്ളത് പറയാലോ അച്ഛാ, അമ്മയുടെ സ്വഭാവം തീരെ മോശമാണ്. ഞാനിവിടെ ഉറക്കെ കിടന്ന് വിളിച്ചു പോകാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ അമ്മയുടെ സപ്പോർട്ടല്ലേ? അമ്മയുടെ കൂടെ ഒട്ടിപ്പിടിച്ചല്ലേ നടക്കുള്ളൂ. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു സങ്കടം പറയാൻ വന്നത്. ഇതൊന്നും സങ്കടം. അച്ഛാ, അച്ഛന്റെ കൂട്ടുകാര് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോളെ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? ചിരിക്കാൻ കൊള്ളാവുന്ന കോമഡിയാണ്. ഞാനും നട്ടഹസിച്ച് ചിരിക്കും. ചിരിക്കൂ. ഇടി അത് സീരിയസ് കളിയാക്കലാണെങ്കിൽ ചിരിക്കത്തില്ല. അവന്റെ പല്ലി അടിച്ച് ഞാൻ തുപ്പിക്കും. അതാണ് അച്ഛൻ. എന്തു പറ്റി? എന്നാ അമ്മ അങ്ങനെ അല്ല. ആ മറ്റേ കൂടോത്ര ഗീതയില്ലേ, ആ ഗീതാന്റി ഉണ്ടല്ലോ, അവരെ എന്നെ കണ്ടപ്പോഴത്തേക്ക് അവരെന്താ ചോദിച്ചെന്നറിയാവോ? പഠിത്തമൊക്കെ കഴിഞ്ഞില്ല, ജോലിക്കൊക്കെ പൊക്കൂടെയെന്ന്. അതൊക്കെ സാധാരണ എല്ലാരും ചോദിക്കുന്നതല്ല. ഞാൻ നിന്നോട് ചോദിക്കാറില്ലേ?
അച്ഛൻ ചോദിക്കുന്ന പോലെയാണ് അവര് ചോദിക്കുന്നത്. അച്ഛൻ എന്റെ അച്ഛനല്ലേ? അവര് ഈ നാട്ടുകാരുടെ മുമ്പ് വെച്ച് ചോദിക്കുന്നത് ശരിയാണോ? നാട്ടുകാരുടെ മുമ്പ് ചോദിച്ചാ ആ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിന്റെ അമ്മ എന്നിട്ട് ഒന്നും മിണ്ടിയില്ലേ? അമ്മ കുറെ മിണ്ടി. അവര് പറയാ അടുക്കള ജോലിക്ക് പുഷ്പയ്ക്ക് ഇപ്പൊ ആളായല്ലോന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞേന്നറിയാവോ? അവള് ഒരു കുന്തവും ചെയ്യത്തില്ല, വേണമെങ്കിൽ ഗീത വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവെക്കോ, അവളെ ജോലിക്ക് നിർത്തിക്കോ, ശമ്പളം കൊടുത്തോളാൻ. എന്തോ സ്ത്രീയാണ് നിന്റെ അമ്മ? എനിക്കറിയില്ല അച്ഛാ, ഇതല്ല അച്ഛാ, ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്. തൊലി ഉരിഞ്ഞു പോയത്. പൈസ കൊടുത്തിട്ട് ആരെങ്കിലും കടിക്കണ പട്ടീനെ നിർത്തുമെന്ന്. കൊടുക്കരുത് അവളെ മോതക്കിട്ട്. മൂത്തതായി പോയില്ലെങ്കിൽ കൊടുത്തേ ഞാൻ. ഇതൊക്കെ കേട്ടോണ്ട് മണഞ്ഞു നിന്നല്ല നിന്റെ തള്ള. അച്ഛാ, അവിടെ ഉള്ള എല്ലാരും ഇത് കേട്ട് ചിരിച്ചാ. അമ്മയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. മറ്റുള്ളവരെ കളിയാക്കുന്നത് അവക്കൊരു സന്തോഷ. ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പുഷ്പേ. അച്ഛൻ ചോദിക്കണം. അച്ഛൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. ഉറപ്പായിട്ടും ചോദിക്കും. തീർത്തോട്ടെ. അമ്മയടുത്ത് മാത്രല്ല, ആ കൂടോത്രം ഗീതയില്ല, തള്ളയെടുത്തും കൂടി ചോദിക്കും. അവളെ ഉണ്ടല്ലോ, അവളെ പിടിച്ചോണ്ട് ഇവിടെ കൂടോത്രം ഗീതയെ വിളിച്ചിവിടെ കൊണ്ട് നിന്റെ കാലെ പിടിപ്പിച്ച് ഞാൻ മാപ്പ് പറയിക്കും. അവള് കൂടോത്രം ഗീത അല്ലടി, കൂതറ ഗീതയാ, കൂതറ ഗീത. ഞാൻ ചെയ്തോളാം, പോയി ചോദിച്ചോ. ഉറപ്പാണോ? ഇല്ലെങ്കിൽ നിന്റെ അമ്മ എന്റെ മുതുകത്ത് പപ്പടം കാച്ചും. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ചോദിക്കാം കേട്ടോ, തീർക്കണേ. ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് ഇത്രയും വൃത്തിയേടാക്കിയത്. അമ്മേ, ഇതൊന്ന് അലക്കണം. നീ പോയടാ, എനിക്കൊന്നും പറ്റത്തില്ല. ഇത് മൊത്തം മുഷിച്ച് ഞാൻ, എനിക്ക് വേറൊന്നും ഇല്ല, നല്ലതേടാ. പുറത്തൊക്കെ പോകണ്ടേ, ഒന്ന് അലക്കിത്താ പ്ലീസ്. അവനവൻ തന്നെ അലക്കണം. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അലക്കാൻ വേണ്ടി വേറൊരാളെ നോക്കിക്കോ, എൻ്റെ മോൻ. അതാ നല്ലത്. വേറെ ഇപ്പൊ ആരാ നോക്കാം? ഞാൻ ഇനി പെണ്ണ് കെട്ടിക്കൊണ്ട് പറഞ്ഞ ഇപ്പൊ തുണി അലക്കാൻ വേണ്ടി. അതേ ഇപ്പൊ ഒരു വഴിയുള്ളൂ. എപ്പം പെണ്ണ് കെട്ടിക്കൊണ്ടിരുന്നത്? അല്ല, ഇവിടെ എല്ലാവർക്കും ഓരോരോ ഷോ അല്ലേ. ഇപ്പൊ ഇതാകെ 4 തുണിയുള്ളൂ, ഒന്ന് അലക്കിത്താ പ്ലീസ്. ഞാൻ അലക്കാൻ പറ്റത്തില്ല. അല്ല, നീ എന്താ ഇപ്പം പറഞ്ഞ പെണ്ണ് കെട്ടണമെന്നാ? അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ കുനിച്ച് ഇട്ടിട്ട് കൂമ്പിരിട്ടിട്ട് ഇങ്ങനെ കുത്തും. പിന്നെ ഇതൊക്കെ അലക്കി തരാനാ? വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ തേരാൻ പറ നടക്കുമല്ലോ എന്റെ പൊന്നുമോയെ. അവരവർക്ക് എന്നെ അലക്കിയാ പോരെ, എനിക്ക് എത്ര പണിയുണ്ട്. ഞാൻ അലക്കി ഇതൊക്കെ പോകും. ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള തുണി, അതുകൊണ്ട്. അതാ നിന്റെ അച്ഛൻ വന്നിട്ടാ ഒരു പണിയില്ലാതെ വെറുതെ നടക്കുന്ന ആളാ. അലക്കി തരും. ഒന്ന് അലക്കി തരൂ. നീ അതും കൂടെ ഞാൻ ചെയ്യാടാ. ഞാനേ വേറെ ഈ കുടുംബത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെന്ത് പ്രശ്നം? അതെന്നാ അത്ര വലിയ പ്രശ്നം? അതൊരു ഞാനും നീയും തമ്മിൽ സംസാരിക്കേണ്ട വിഷയമാണ്. അതിൽ ഇവിടെ ഇടപെടേണ്ട കാര്യമില്ല. നീ പുറത്തു പോയേ. അല്ല, എന്റെ ഒരു പരിജ്ഞാനം വെച്ച് ഞാൻ കേട്ടാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും. അതുകൊണ്ട് ഞാനും കൂടെ കേട്ടോണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. പറയാ കേട്ടാ. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. തരാൻ പറ്റുമോ? എന്റെ അടുത്തില്ല 10 ലക്ഷം. ഇറങ്ങി പോടാ. ഇട്ടേക്കട്ടെ. അതിടാൻ പറ്റത്തില്ല. പോയി നനക്കടാ, ഇല്ലെങ്കിൽ ആ മുഷിഞ്ഞ ഇട്ടോണ്ട് കിടക്ക്. നിന്റെ വേർപ്പ് തന്നെയാണല്ലോ. നനച്ചോളാം. എന്റെ മകളെ അപ്പുറത്തെ ഗീത പരസ്യമായിട്ട് കളിയാക്കാൻ നമുക്ക് എന്ത് അധികാരമാണ്? ഗീത കളിയാക്കിയാ കണ്ട? എനിക്കറിയായിരുന്നു പുള്ളിക്കാരി ഇങ്ങനത്തെ സ്വഭാവക്കാരിയാന്ന്. ബാക്കി പറ. അല്ല, എന്റെ മകൾ എന്ന് പറയുമ്പോ അത് എന്റെയും കൂടി മകളല്ലേ. മകൾ എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ? എനിക്കതിൽ സംശയമൊന്നും ഇല്ല. ആരെ കളിയാക്കി? നിന്നെ ഞാൻ വിളിച്ച ഗീതാന്റിയുടെ പേര് കേട്ടപ്പോ ഞാൻ വന്നേ എന്നറിയാൻ വേണ്ടി. ഗീതാന്റിയുടെ പേര് കേട്ടോണ്ട് നീ വരണ്ട. ഇവിടെ ഞങ്ങള് കാര്യങ്ങൾ സംസാരിച്ചോളാം. നീ പോയേ. അല്ല, എനിക്ക് കുറച്ച് അറിയാമെങ്കിൽ. എന്താ നീ പറഞ്ഞത്? ഈ ഗീത ആന്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് എന്റെ മകളെ കളിയാക്കാനുള്ള എന്ത് അധികാരമുള്ളത്? അതിന്റെ കാരണമാണോ നിങ്ങൾക്ക് പറയണത്? എനിക്കറിയണം. അത് അവൾ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളെ മോക്ക് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് ചിരിച്ചതാ. വേറെ ഒന്നുമല്ല പ്രശ്നം. ഇനി നാണം കൊണ്ടുപോയി സ്വന്തം മകളെ അയലോകത്ത് കിടക്കുന്ന ഒരുത്തി വന്നിട്ട് അപമാനിക്കുമ്പോ നിന്ന് കിളിക്കുക. തള്ള എന്തോന്ന് തള്ളയാടി നീ? അല്ല, നിങ്ങളെ മോളൊന്ന് നന്നായിക്കോട്ടെ വിചാരിച്ചു. എന്റെ മോളെ നന്നാക്കാൻ നാട്ടുകാരെ കൊണ്ടാണല്ലോ തെറി പറയുന്നത് നീ. അല്ല, നിങ്ങളെ കൊണ്ടോ പറ്റുന്നില്ലല്ലോ. അപ്പൊ മറ്റുള്ളവരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുറച്ചൊന്നും നന്നാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപാര തലയാണ് എന്റെ പൊന്നോ. ഇത് വെളി കാണിക്കല്ലേ. നിന്റെ ആ ഫോൺ എടുത്തിട്ട് ആ ഗീതയൊന്ന് വിളിച്ചേ. ഇല്ല, അത് സമ്മതിക്കത്തില്ല. പുഷ്പ ഒരു കാര്യം ആലോചിച്ചു. എനിക്ക് അവളുടെ വീടറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവളുടെ കാലവരി അടിക്കും. ഞാൻ അവളെ ഭർത്താവ് നിങ്ങളെ വെച്ചേക്കില്ല. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലേ, അവന്റെ പരിപ്പളക്കം ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് ഇത് ഡീൽ ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ അവന് കൊളാക്കും. ഞാൻ ഗീതയും കൃഷ്ണയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞാൻ തീർത്തോളൂ. എങ്ങനെ തീർക്കും? അത് ഞാൻ തീർത്തോളാം. നീ എങ്ങനെ തീർക്കും? ഞാൻ തീർത്തോളാം. എങ്ങനെ? അതെങ്ങനെയെങ്കിലും ഞാൻ തീർത്തോളും.
നീ എങ്ങനെ തീർത്താലും ഇന്ന് ഗീത എന്റെ മകളുടെ മാപ്പ് പറയണം. ഈ ഗീത എന്ത് ഇവിടെ എന്തോ അടി ഗീതയുടെ പേര് പറഞ്ഞു ഓരോ ഒറ്റ അടി നിനക്കിട്ട് വരും. പോരെ.